മണ്ണാർക്കാട് തത്തയങ്കലത്ത് കാട്ടാന കൂട്ടത്തോടെ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. 1 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. കുമരമ്പത്തൂറും മൈലാമ്പാടും കുരുതിച്ചാലിനോട് ചേർന്ന കൃഷിയിടത്ത് 6 അംഗ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച് ദിവസങ്ങൾ കഴിയവേ വീണ്ടും തത്തയങ്കലത്ത് കാട്ടാനക്കൂട്ടം എത്തി 300-ൽ അധികം വിളവെടുക്കാൻ പാകമായ വാഴകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. പെരിമുണ്ട സിദ്ദിഖ്, മൈലങ്കോട്ടിൽ അബൂബക്കർ, കപ്പൂരാൻ അബ്ദുൽ സത്താർ, പെരിങ്കുളങ്ങര ഉദയൻ എന്നിവർ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് വെള്ളിയാഴ്ച വൈകിട്ട് കാട്ടാനകൾ തമ്പടിച്ചത്. എന്നാൽ വിവരം ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ചെങ്കിലും അന്വേഷിക്കുകയോ സംഭവസ്ഥലം പരിശോധിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് കൃഷി നഷ്ടപ്പെട്ട കർഷകർ NCBയോട് പറഞ്ഞു. ഞങ്ങൾ ഈ കാട്ടാന്റെ ശല്യത്തിൽ കുറേ ആയി, 5-6 മാസമായിട്ട് ഇവിടെ ആനശല്യം നല്ല ഉപദ്രവം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ഞങ്ങൾ ഇതിന്റെ വേണ്ടപ്പെട്ട അധികൃതരൊക്കെ അറിയിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു പരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. 25 റുപ്യ 30 റുപ്യ ഒരു വാഴക്ക് പാട്ടം കൊടുത്തിട്ട് ഞങ്ങളിത് വെച്ചുണ്ടാക്കണത്. ഒരു കൊല ഇപ്പോൾ 40-50 റുപ്യ കിലോത്തിന് വില വെക്കുമ്പോഴാണ് ഇത് ഓരോ 10 കിലോ 15 കിലോ അല്ല കൊല വന്ന് നശിപ്പിച്ച് പോകുന്നത്. ഇതിനൊന്നും ഞങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഒരു ആനുകൂല്യങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇത് വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ ഫോറസ്റ്റുകാരെ അറിയിച്ച് കഴിഞ്ഞിട്ട് ഫോറസ്റ്റുകാർ തന്നെ ഇത് വന്ന് ഞങ്ങൾ ആടി കയറ്റി മലക്ക് കയറ്റിയതിന് ശേഷമാണ് ഫോറസ്റ്റുകാർ തന്നെ വരുന്നത്. വന്നതിന് ശേഷം അവർ പറയുന്നത് ആന കേടിയെത്തിയതാണോ അല്ലേന്ന് അവർക്ക് തന്നെ സംശയമാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വളരെ വിഷമത്തിലാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ നഷ്ടപ്പെട്ട കൃഷിക്ക് ഫോറസ്റ്റ്, കൃഷിഭവൻ എന്നിവിടങ്ങളിൽ യഥാസമയങ്ങളിലെത്തി നഷ്ടം കണക്കാക്കുന്നത് വൈകുന്നുണ്ടെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. മിക്ക സമയങ്ങളിലും കൃഷി പാടെ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം തീരെ ലഭിക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നുണ്ട്. അടിക്കടി ഉണ്ടാവുന്ന കാട്ടാനകളുടെ ആക്രമണം കൃഷിമേഖലയെ വ്യാപകമായി ബാധിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. എന്നാൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്ത് സൗരോർജ്ജ വേലി സ്ഥാപിക്കണമെന്നും എന്നാൽ മാത്രമേ കൃഷിയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂവെന്നും കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലൂടെ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നുണ്ടെന്നും ഇത്തരം കാലുകളിൽ തെരുവുവിളക്ക് സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ കാട്ടാനകളെ തടയാമെന്നും ഇവർ പറയുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്നുള്ളത് അതിന്റെ അധികൃതരെ ഞങ്ങൾക്ക് അറിയിച്ചു തരിക, അല്ലെങ്കിൽ ഒരു പരിഹാരം കാണിച്ചു തരിക, അല്ലെങ്കിൽ ഒരു കമ്പി വേലിയോ അല്ലെങ്കിൽ ഇത് ഇലക്ട്രിക് പോസ്റ്റാണ് ഈ നിൽക്കുന്നത്. ഇതിന് മെമ്പർ പ്രസിഡന്റ് വന്നിട്ട് ലൈറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞതാണ്. ആ ഒരു ലൈറ്റ് പോലും ഇന്നത്തെ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഈ പ്രദേശത്ത് തന്നെ വന്നിട്ട് പ്രസിഡന്റ് പറഞ്ഞതാണ് ഞങ്ങൾക്ക് കമ്പി വേലി ഇടാൻ സാധിക്കില്ല, പഞ്ചായത്തിന്റെ വക ലൈറ്റ് ഇട്ട് തരാമെന്നുള്ളത്. പക്ഷെ ഒരു ലൈറ്റെങ്കിലും ഉണ്ടോ ഈ കാലിക്കുടി എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. എന്നാൽ പഞ്ചായത്ത് മെമ്പറെയും പ്രസിഡന്റിനെയും വിഷയം അവതരിപ്പിക്കുകയും ചെയ്തെങ്കിലും യാതൊരു നടപടികളും ഇതുവരെ അവർ സ്വീകരിച്ചിട്ടില്ല. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് അധികൃതർ ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കൃഷിമേഖല പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുമെന്നും കർഷകർ പറയുന്നു. NCB ന്യൂസ്, തെങ്കര.